കരാറിനെ ചൊല്ലിയുള്ള ഇറാന്റെയും യുഎസിന്റെയും തർക്കങ്ങൾക്കിടെ ആണവ കരാറിനായുള്ള യുഎസിന്റെ പുതിയ നിർദ്ദേശം തള്ളി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഈ നിർദ്ദേശമെന്നാരോപിച്ചാണ് ഖമേനിയുടെ നീക്കം. ടെലിവിഷനിലൂടെ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ നിലപാട് വ്യക്തമാക്കിയത്. അമേരിക്കയുമായി കരാറിലെത്താൻ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കടുത്ത ഉപരോധങ്ങൾ അവസാനിപ്പിക്കാൻ ഏറെയായി യുഎസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താൻ. യുറേനിയം സമ്പുഷ്ടീകരണം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആണവ പദ്ധതിയിൽ ഒരു കേന്ദ്ര ബിന്ദുവായി തുടരുന്നുവെന്ന് ഖമേനി വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു. യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നാൽ അമേരിക്കയിൽ നിന്നോ അവരുടെ സഖ്യകക്ഷികളിൽ നിന്നോ അംഗീകാരം തേടാതിരിക്കുക എന്നാണെന്നും ഖമേനി. ഔദ്യോഗികമായി അഥവാ പ്രഖ്യാപിത ആണവായുധങ്ങളുള്ള രാജ്യങ്ങളിൽ ഇറാൻ വരുന്നില്ല. ഊർജ്ജോൽപാദനത്തിനാവശ്യമായ 10% താഴെയുള്ള ആണവ സമ്പുഷ്ടീകരണത്തിന് പകരം 60% വരെയാണ് ഇറാൻ സമ്പുഷ്ടീകരിക്കുന്നത്. ഇറാൻ 408.6 കിലോഗ്രാം 60% സമ്പുഷ്ടീകരിച്ച് യുറേനിയം ശേഖരിച്ചിട്ടുള്ളതായതൊക്കെ റിപ്പോർട്ടുകളുണ്ട്. ഇറാനിൽ ഇടയ്ക്കിടെയുണ്ടാകുന്ന ഭൂമികുലുക്കങ്ങൾ ലോകം സംശയജനകമായാണ് കണക്കാക്കുന്നത്. മധ്യ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ പ്രവിശ്യയിലെ നാട്ടാൻസ് ആണവ നിലയം പലപ്പോഴും വാർത്തകളിൽ നിറയാറുമുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റായ നടാൻസിന്റെ വിസ്തൃതി 1,00,000 ചതുരശ്ര മീറ്ററാണ്. ഏകദേശം 19,000 സെൻട്രിഫ്യൂജുകൾ ഇവിടെയുണ്ടെന്നാണ് കണക്ക്. 2015 ഉടമ്പടിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന യുറേനിയം സമ്പുഷ്ടീകരണം പിന്നീട് ഇറാൻ വീണ്ടും തുടങ്ങിയിരുന്നു. ഈ നിലയത്തിൽ സൈബർ ആക്രമണങ്ങളും സ്പൈവെയർ ഉപയോഗിച്ചുള്ള വൈദ്യുതി മുടക്കവും നടന്നത് വലിയ വാർത്തയായിരുന്നു. ചില സ്ഫോടനങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിനു പിന്നിൽ ഇസ്രയേലി ചാരസംഘടനയായ മൊസാദാണെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇസ്രയേൽ വികസിപ്പിച്ച സ്റ്റക്സ്നെറ്റ് എന്ന കുപ്രസിദ്ധ വൈറസിന്റെ ആക്രമണങ്ങളിൽ പകുതിയിലേറെ ഇറാനിലായിരുന്നു. ഈ ആക്രമണങ്ങളിൽ പലതിന്റെയും ലക്ഷ്യം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ നിലയങ്ങളായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ 2021 നടന്ന ആക്രമണം ലോകശ്രദ്ധ നേടി. നടാൻസ് ആണവ നിലയത്തിന് 2010 ഇന്റർനെറ്റുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. നിലയത്തിലെ കമ്പ്യൂട്ടറുകളെല്ലാം ഒരു സ്വകാര്യ നെറ്റ്വർക്ക് വഴി കണക്റ്റഡ് ആയിരുന്നുവെങ്കിലും അട്ടിമറികൾ ഭയന്ന് ഇവയൊന്നും സൈബർ ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിന്റെ തന്ത്രപരമായ പദ്ധതിയിൽ ഒരു ചാരൻ നിലയത്തിനുള്ളിൽ കടന്ന് തന്റെ കയ്യിലുള്ള പെൻഡ്രൈവിൽ നിന്ന് നിലയത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് വൈറസിനെ കടത്തുകയായിരുന്നുവെന്നും കരുതപ്പെടുന്നു. അകത്തു കയറിയ വൈറസ് ദീർഘനാൾ ഉറങ്ങിക്കിടന്നു. നിയോഗം വന്നെത്തും വരെ കാത്ത് ഒടുവിൽ അത് സംഭവിച്ചു. ഒരു ദിവസം വൈറസുകൾ ഉണർന്നെണീറ്റു. നിലയത്തിന്റെ സംവിധാനങ്ങളെല്ലാം സുഗമമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇറാനിയൻ അധികൃതരെ വൈറസ് തെറ്റിദ്ധരിപ്പിച്ചു. അതിനൊപ്പം തന്നെ തങ്ങളുടെ ഉടമസ്ഥർക്ക് നിലയത്തിന്റെ നിയന്ത്രണം നേടിക്കൊടുക്കുകയും ചെയ്തു. ഇത്തരം ഭീഷണികളെ നേരിടാനായി സൈബർ ആക്രമണത്തെയും ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകളെയും പ്രതിരോധിക്കുന്ന അതീവ സുരക്ഷയുള്ള ഭൂഗർഭ ആണവ കേന്ദ്രം നടാൻസിൽ ഇറാൻ നിർമ്മിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഇടക്കാലത്ത് പുറത്തിറങ്ങിയിരുന്നു. ആണവ നിലയത്തിന് തെക്കുള്ള മലനിരകളുടെ അടിവശത്തായാണ് പുതിയ കേന്ദ്രം. ഇസ്രയേലി യുഎസ് വൃത്തങ്ങളാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ മേഖലയിൽ ഉപഗ്രഹ നിരീക്ഷണം ഉപയോഗിച്ച് ശേഖരിച്ച ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വിവരം. 2020 തന്നെ ഇവിടെ പുതിയ ഭൂഗർഭ നിലയം നിർമ്മിക്കുന്നുണ്ടെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ ഭാഗമായി വലിയ തുരങ്ക ശൃംഖലകൾ പണിയുന്നുണ്ടെന്നും പിന്നീട് വെളിപ്പെടുത്തലുമുണ്ടായി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.